സ്വർണത്തോടുള്ള ഇന്ത്യയുടെ പ്രണയം ഐതിഹാസികമാണ്. ആഡംബര വിവാഹങ്ങൾ മുതൽ ഉത്സവാഘോഷങ്ങൾ വരെ ഈ വിലയേറിയ ലോഹമില്ലാതെ ഒരു പരിപാടിയും പൂർത്തിയാകില്ല. എന്നാൽ സ്വർണത്തിന്റെ ഈ ഡിമാൻഡിന് പുറകിൽ ഒരു ഇരുണ്ട വശമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. ദ ഗ്ലിറ്ററിംഗ് അലൂർ, എന്തുകൊണ്ട് ഗോൾഡ് സ്മഗ്ലേഴ്സ് ഇന്ത്യ ഇഷ്ടപ്പെടുന്നു. കഴിഞ്ഞ വർഷം കാനഡയിലെ പിയേഴ്സൺ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഒരു സിനിമ സ്റ്റൈൽ മോഷണം നടന്നു. പ്രൊജക്ട് 24 ക്യാരറ്റ് എന്നാണ് കാനഡ ഇതിന് പേര് നൽകിയിരിക്കുന്നത്. അവിശ്വസനീയമാം വിധം ബുദ്ധിമാന്മാരായ ചില കള്ളന്മാർ സ്വിറ്റ്സർലൻഡിൽ നിന്ന് 400 കിലോഗ്രാം സ്വർണം കയറ്റി അയക്കാൻ ലക്ഷ്യമിടുന്നു. എയർലൈൻ ജീവനക്കാരുടെയും വ്യാജരേഖകളുടെയും സഹായത്താൽ അവർ എയർ കാനഡ കാർഗോ ടെർമിനലിലേക്ക് കടക്കുന്നു. ഏകദേശം $20 മില്യൺ വിലമതിക്കുന്ന മുഴുവൻ ചരക്കുമായി അവർ അവിടുന്ന് പുറപ്പെട്ടു പോകുന്നു. സ്വർണം നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് അധികൃതർക്ക് മനസ്സിലായത്. പിന്നീട് നിരവധി അറസ്റ്റുകൾ നടന്നു. കാണാതായ സ്വർണം കണ്ടെത്തുന്നത് യഥാർത്ഥ വെല്ലുവിളിയായിരുന്നു. കടത്തിയ സ്വർണ്ണക്കട്ടികളും നാണയങ്ങളും ഉരുക്കി തിരിച്ചറിയൽ അടയാളങ്ങൾ മായ്ക്കപ്പെട്ട നിലയിലായിരുന്നു. ഇപ്പോൾ ഈ മോഷ്ടിച്ച സ്വർണത്തിൽ ചിലത് ഇന്ത്യയിലേക്ക് കടത്താൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നു. എന്തുകൊണ്ട് ഇന്ത്യ? നമുക്ക് പരിശോധിക്കാം. ഇന്ത്യക്കാർക്ക് സ്വർണത്തോടുള്ള അഭിനിവേശം അഗാധമാണ്. ഒരു ഇന്ത്യൻ വിവാഹം, ആഘോഷം അല്ലെങ്കിൽ ഉത്സവം പോലും സ്വർണമില്ലാതെ പൂർത്തിയാകില്ല. ഇന്ത്യയിലെ ശരാശരി വാർഷിക സ്വർണ്ണ ആവശ്യം ഏകദേശം 8 ലക്ഷം കിലോഗ്രാമാണ്. എന്നിരുന്നാലും ഇന്ത്യയിൽ വർഷം 1000 കിലോഗ്രാമിൽ താഴെ സ്വർണം മാത്രമേ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുള്ളൂ. അത് പ്രധാനമായും കുട്ടി സ്വർണ്ണഖനികളിൽ നിന്നാണ്. ഈ വലിയ ഗ്യാപ്പ് നികത്താനായിട്ട് വളരെയധികം സ്വർണം ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇത്രയും വലിയ അളവിൽ ഇറക്കുമതി ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിനെ ബാധിക്കുമെന്നതിനാൽ സർക്കാരിന് സ്വർണത്തിന് മുകളിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി ക്രമീകരിക്കേണ്ടി വരുന്നു. ഉയർന്ന ഇറക്കുമതി തീരുവ സ്മഗ്ലേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കാരണം ജനങ്ങളുടെ സ്വർണത്തോടുള്ള അഭിനിവേശം ഒരിക്കലും കുറയുന്നില്ല. ഉയർന്ന ആവശ്യവും കുറഞ്ഞ വിതരണവും സ്വർണ്ണവില ഉയർത്തുന്നു. ഇത് സ്മഗിൾഡ് ഗോൾഡിനെ കൂടുതൽ ആകർഷകമാക്കുന്നു. സ്മഗ്ലേഴ്സ് ഇന്ത്യയിലേക്ക് സ്വർണം കടത്താൻ സ്പെഷ്യൽ എക്കണോമിക് സോൺസിനെ ഉപയോഗിക്കുന്നു. സെസ്സിൽ ഉപയോഗിക്കാനോ കയറ്റുമതി ചെയ്യാനോ ഉദ്ദേശിച്ച സാധനങ്ങളിൽ നിന്ന് ഇറക്കുമതി തീരുവയും നികുതിയും ഒഴിവാക്കിയിരിക്കുന്നതിനാലാണിത്. സ്മഗ്ലേഴ്സ് സെസ്സിലേക്ക് കൊണ്ടുവരുന്ന സ്വർണത്തിന്റെ അളവ് അധികമായി റിപ്പോർട്ട് ചെയ്യുന്നു. ഉദാഹരണത്തിന്, അവർ 5 കിലോ ഇറക്കുമതി ചെയ്താൽ അത് 20 കിലോയായി കാണിക്കുന്നു. ഇമിറ്റേഷൻ ആഭരണങ്ങളും മറ്റു ലോഹങ്ങളും ചേർത്താൽ ഷിപ്മെന്റ്സിന്റെ ഭാരത്തെക്കുറിച്ച് അധികൃതർക്ക് സംശയിക്കാനുള്ള സാധ്യത കുറവാണ്. സെസ്സിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്മഗ്ലേഴ്സ് പ്രഖ്യാപിച്ച സ്വർണം കയറ്റുമതി ചെയ്യുന്നതായിട്ട് അഭിനയിക്കുന്നു. അവർ 2 യാത്രക്കാർക്ക്, നമുക്കവരെ യാത്രക്കാരൻ എ എന്നും യാത്രക്കാരൻ ബി എന്നും വിളിക്കാം, ബാഗുകൾ മാറ്റാൻ ക്രമീകരിക്കുന്നു. യാത്രക്കാരൻ എ യഥാർത്ഥ സ്വർണം വഹിക്കുന്നു, യാത്രക്കാരൻ ബി ഇമിറ്റേഷൻ ഗോൾഡും വഹിക്കുന്നു. അവർ ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് ബാഗുകൾ കൈമാറുന്നു. യഥാർത്ഥ സ്വർണം വീണ്ടും ആഭ്യന്തര വിപണിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു. ഈ തട്ടിപ്പിൽ കറപ്റ്റഡ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നു. അവർ കൈക്കൂലിക്ക് കണ്ണടയ്ക്കുന്നു. കള്ളക്കടത്ത് സ്വർണം പിന്നീട് നിയമപരമായ വിപണിയിൽ ലയിക്കുന്നു. ഇതിന് പിന്തുണയ്ക്കാനായിട്ട് ഹവാല ഇടപാടുകളും ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യയുടെ വിപുലമായ കോസ്റ്റൽ ലൈനും ലാൻഡ് ബോർഡേഴ്സും സർക്കാരിന് എല്ലാ പ്രവേശന കവാടങ്ങളും നിരീക്ഷിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. മഹാരാഷ്ട്ര, തമിഴ്നാട്, കേരള തുടങ്ങിയ തീരദേശ സംസ്ഥാനങ്ങൾ 2023 സ്വർണ്ണക്കടത്തിന്റെ 60%-ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. CBICയും DRAയും പോലെയുള്ള സ്ഥാപനങ്ങൾ 2022-23 സാമ്പത്തിക വർഷത്തിൽ 3500 കിലോഗ്രാം സ്വർണമാണ് പിടിച്ചെടുത്തത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ആ സംഖ്യ ഏകദേശം 30% മുകളിൽ വർദ്ധിച്ചു. ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കണോ കുറയ്ക്കണോ എന്നുള്ളത് സർക്കാരിന് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വർദ്ധിച്ചു വരുന്ന ആവശ്യത്തിനെ നിയന്ത്രിക്കാനായിട്ട് ഇറക്കുമതി തീരുവ കൂട്ടിയേ മതിയാവുകയുള്ളൂ. എന്നാൽ ഇറക്കുമതി തീരുവ കൂട്ടിയാൽ സ്മഗ്ലിംഗ് ഗോൾഡ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും. ആയതിനാൽ എന്ത് നടപടി സ്വീകരിക്കണമെന്നുള്ളത് സർക്കാരിന് എല്ലായ്പ്പോഴും തലവേദനയുണ്ടാക്കുന്നതാണ്. സ്വർണ്ണക്കടത്ത് തടയാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങൾ യാത്രക്കാരുടെ വിശദമായ പ്രൊഫൈലിംഗ് നടപ്പിലാക്കുക, റിസ്ക് അടിസ്ഥാനമാക്കിയുള്ള പരിശോധനകളും വിമാനങ്ങളിലെ ചരക്കുകളുടെ പൂർണ്ണമായ പരിശോധനയും എല്ലാ അന്വേഷണ ഏജൻസികളുടെ കോർഡിനേഷനിലും നടപ്പിലാക്കുക എന്നുള്ളതാണ്. സ്വർണ്ണക്കടത്ത് തടയുന്നതിനായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. If you found this video insightful, make sure to like, comment and subscribe. See you next time.